ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അടിപൊളി പാലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പാലപ്പം ഉണ്ടാക്കിയിട്ട് ഇനി ആരും ശരിയായില്ല എന്ന് പറയരുത് കേട്ടോ. ഈ ഒരു വീഡിയോ കണ്ടു നോക്കിയാൽ മതി, എല്ലാവർക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാലപ്പം തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ പലരും പാലപ്പം ഉണ്ടാക്കുന്നത് പല രീതിയിലുമാണ് കേട്ടോ. പച്ചരി കുതിർത്തിയിട്ടും അതുപോലെ തന്നെ അരിപ്പൊടി വെച്ചിട്ടൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുന്ന രീതിയിലാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. നല്ല സോഫ്റ്റായിട്ട് നല്ല ഹോൾസോട് കൂടിയിട്ടുള്ളൊരു പാലപ്പമാണ്. നമ്മളിത് അരി അരച്ചിട്ട് 1 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേന് തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ. നല്ല പൊങ്ങി വരും മാവ്. അപ്പോൾ അതിനുള്ള ഒരു ടിപ്പും കൂടി ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെയാണ് തയ്യാറാക്കുന്നത് വെച്ചെങ്കിൽ നമ്മൾ നേരത്തെ എണീറ്റിട്ട് അരച്ച് വെച്ചാൽ മതി കേട്ടോ. നമ്മൾ അപ്പോൾ കറിയൊക്കെ തയ്യാറാക്കുമ്പോഴത്തേനും ഇത് മാവ് നല്ലപോലെ ഒന്ന് പൊങ്ങി വരും. നല്ല സോപ്പ് പോലെ പതഞ്ഞ് വരും കേട്ടോ. നല്ല പതഞ്ഞ് വരുന്നൊരു മാവാണിത്. എന്നാൽ കൂടുതലായിട്ട് പുളിയില്ല. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കാൻ നോക്കാം കേട്ടോ. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. പാലപ്പം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പച്ചരി നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം. റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടിയ പച്ചരിയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു 6-7 തവണ കഴുകി വൃത്തിയാക്കി എടുക്കണം. ഞാനിവിടെ അരി എടുത്തിരിക്കുന്നത് 250 ml കപ്പിനാണ്. അപ്പോൾ നിങ്ങൾ ഗ്ലാസ് ആണെങ്കിൽ പിന്നീടുള്ള അളവൊക്കെ അതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാനൊരു 3/4 കപ്പോളം തേങ്ങ ചിരവിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ചോറും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചോറ് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പിൻ്റെ 1/2 കപ്പിൻ്റെ ഇടയിലാണ് കേട്ടോ. 1/2 കപ്പോട്ട് ഇല്ലെന്നും എന്നാൽ 1/4 കപ്പും അല്ല. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞാൻ ചോറ് ചേർത്ത് കൊടുക്കുന്നത്. ഏത് ചോറാണെങ്കിലും കുഴപ്പമില്ല. മട്ടരി ആണെങ്കിലും പിന്നെ അതുപോലെ തന്നെ വെള്ളരി ആണെങ്കിലും ഒന്നും കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റാണ്. ഇപ്പോൾ നമ്മൾ ഏത് ഈസ്റ്റ് ചേർത്താലും കുഴപ്പമില്ല. നമ്മൾ കുറച്ച് നേരം കുതിർത്താൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയൊരു മധുരം ഉണ്ടാവും നമ്മുടെ പാലപ്പത്തിന്. പാലപ്പം കഴിക്കുമ്പോൾ ചെറിയൊരു മധുരമൊക്കെ ഉള്ളത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കഴിക്കുന്ന ആ ഒരു നേരത്ത്. പിന്നെ അതുപോലെ തന്നെ 2 ടീസ്പൂൺ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം കൂടുതലായിട്ട് ഒഴിച്ച് കൊടുക്കരുത്. നമ്മൾ ഈ ഒരു വെള്ളം ചേർത്തിട്ടാണ് പിന്നീട് അരച്ചെടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ 1.25 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതായത് അരിയുടെ മുകളിൽ കൂടുതലായിട്ട് വെള്ളം വെക്കരുത്, കുറച്ച് വെള്ളം വെക്കുക. അരി കുതിർന്ന് വരുമ്പോൾ മുങ്ങിക്കിടക്കാനുള്ള ആ ഒരു പാകത്തിനുള്ള വെള്ളം മാത്രം വെക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് വന്നിട്ടുള്ളത് 1.25 കപ്പാണ്. അപ്പോൾ വെള്ളമൊക്കെ ചേർത്തിട്ട് നല്ലപോലെ ഒന്നും കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ഈ ഒരു പഞ്ചസാരയും തേങ്ങയും ഈസ്റ്റും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമുക്ക് രാവിലേക്കാണ് പാലപ്പം തയ്യാറാക്കുന്നതെങ്കിൽ രാത്രി ഇതുപോലെ എല്ലാം സെറ്റാക്കിയിട്ട് അടച്ചു വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേനും നല്ലപോലെ കുതിർന്ന് കിട്ടും. അടച്ചു വെക്കുമ്പോഴും ശ്രദ്ധിക്കുക, നല്ല ടൈറ്റായിട്ട് തന്നെ അടച്ചു വെക്കുക കേട്ടോ. അപ്പോൾ അരിയൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട്, രാവിലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാത്രിയാണ് ഞാനിത് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് അരച്ചെടുക്കാം. അരിയുടെ കൂടെ നമ്മൾ തേങ്ങയും ഈസ്റ്റും ചോറും എല്ലാം കൂടെ മിക്സാക്കി വെച്ചതുകൊണ്ട് തന്നെ ചെറിയൊരു പുളിപ്പുണ്ടാവും കേട്ടോ. അപ്പോൾ കൂടുതലായിട്ടൊന്നുമില്ല, നമ്മൾ കൂടുതൽ നേരം ഇനി മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കണില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് ഞാനിവിടെ അരച്ചെടുക്കുന്നത് കേട്ടോ. നല്ലപോലെ അരച്ചെടുക്കണം. നമ്മൾ ഈ ഒരു വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അതിനാണ് നമ്മൾ നേരത്തെ നല്ലപോലെ അരി കഴുകിയതിന് ശേഷം മാത്രം വെള്ളത്തിലിടുക എന്ന് പറഞ്ഞത്. അരി കുതിർക്കാനായിട്ട് നിങ്ങൾ വെച്ച വെള്ളം കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി കുറവാണെങ്കിൽ കുറച്ച് വെള്ളം വേറെ ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് ആളുകൾ ഇപ്പോഴും പാലപ്പൊക്കെ തയ്യാറാക്കിയിട്ട് പെർഫെക്റ്റ് ആയിട്ടില്ല, അല്ലെങ്കിൽ സോഫ്റ്റ് ആയില്ല, അല്ലെങ്കിൽ ഹോൾസ് വന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പരാതികൾ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ അരി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി അരച്ചെടുക്കാം. അപ്പോൾ അതാ 2 തവണയായിട്ട് നമ്മൾ അരി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ടൈമിൽ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കരുതേ. ഏകദേശം ഒരു 2 മിനിറ്റോളം നമ്മൾ തവി വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോഴുള്ള ഇതിലാ എയർ ബബിൾസ് ഒക്കെ വന്നിട്ട് നല്ലപോലെ നമ്മുടെ മാവ് പൊങ്ങി വരും. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുതേ. ഒരു 2 മിനിറ്റോളം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. കാരണം നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്നതാണ്. ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ല. ഏകദേശം 1 മണിക്കൂർ മാത്രമേ വെക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ മാവ് ഇതുപോലെ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 2 മിനിറ്റ് ആയിട്ട്. ഇനി നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ ഈ ഒരു മാവ് പെട്ടെന്ന് പൊങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാം. ചില ഭാഗത്തൊക്കെ നല്ല തണുപ്പുള്ള സ്ഥലമായിരിക്കും. അപ്പോൾ അവിടെയൊക്കെ മാവ് ഈ 1 മണിക്കൂർ കൊണ്ട് പൊങ്ങിക്കിട്ടണം എന്നില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു പാത്രം എടുക്കുക.
അതായത് മാവ് ഒഴിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പാത്രം ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കണം. അതിനനുസരിച്ചുള്ള പാത്രം വേണം കേട്ടോ നമ്മൾ എടുക്കാൻ. ഇനി ഇതിലേക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ല തിളച്ചിട്ടില്ല, എന്നാലും അത്യാവശ്യം നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ മാവ് ഒഴിച്ച് വെച്ചിട്ടുള്ള പാത്രം വെക്കുക കേട്ടോ. ഇങ്ങനെ നമ്മൾ ഏകദേശം 1 മണിക്കൂർ വെക്കുമ്പോഴത്തേനും നമ്മുടെ മാവ് നല്ല പോലെ പൊങ്ങിക്കിട്ടും. അപ്പോൾ ആദ്യ കാലങ്ങളിലൊക്കെ നമ്മൾ വിറകടുപ്പിൻ്റെ ആ ഒരു സൈഡിലാട്ടോ കൊണ്ടുവച്ചിരുന്നത്. അപ്പോൾ നല്ലപോലെ ചൂട് തട്ടിയിട്ട് മാവ് പൊങ്ങിക്കിട്ടും. അപ്പോൾ ഇപ്പോൾ ഒന്നും നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. 1 മണിക്കൂർ ആകുമ്പോഴത്തേനും മാവ് നല്ലപോലെ പൊങ്ങിക്കിട്ടും. ഞാൻ രാവിലെ ഏകദേശം 6 മണിക്കാണ് കേട്ടോ അരച്ച് വെച്ചത്. ഒരു 7 മണി ആയപ്പോഴത്തേനും നമ്മുടെ മാവൊക്കെ നല്ലപോലെ പൊങ്ങിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് 1 മണിക്കൂർ നേരം വെക്കാൻ ടൈമില്ലെങ്കിൽ ഒരു 30 മിനിറ്റ് നേരം കഴിഞ്ഞാലും അത്യാവശ്യം മാവ് പൊങ്ങി വന്നിട്ടുണ്ടാവും കേട്ടോ. ഇത്രത്തോളം അല്ലെങ്കിലും ഇതിൻ്റെ പകുതിയെങ്കിലും പൊങ്ങി വന്നിട്ടുണ്ടാവും. അപ്പോഴും നമുക്ക് പാലപ്പം ചുട്ടാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ, നല്ല സോപ്പ് അതുപോലെ പതഞ്ഞ് പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാവ് പൊങ്ങാൻ നിങ്ങൾ ഇങ്ങനെ ചെയ്യലില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നല്ല തണുത്ത പ്രദേശങ്ങളിലൊക്കെ ഇത് നല്ല ഉപകാരപ്പെടും. ഇതുപോലെ ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മാവ് പൊങ്ങിക്കിട്ടും. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഒന്ന് സോഫ്റ്റായി കിട്ടും. ഞാനൊരു 1/2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു മാവ് കൂടുതലായിട്ട് തവിയിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. ആ ഉപ്പൊന്നും അലിഞ്ഞ് ചേരാൻ, അതുപോലെ തന്നെ ആ വെളിച്ചെണ്ണ ഒന്ന് മിക്സായി കിട്ടാൻ മാത്രം ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മാത്രം മതി. നമ്മൾ കൂടുതലായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ബബിൾസൊക്കെ അങ്ങ് താന്നു പോകും. അപ്പോൾ പാലപ്പത്തിൻ്റെ മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ 1 മണിക്കൂർ നേരം മാത്രമേ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ മാവിന് കൂടുതലായിട്ട് പുളി ഉണ്ടാവില്ല. നമ്മൾ സാധാരണ മാവ് തലേദിവസമാണല്ലോ അരച്ച് വെക്കൽ. അപ്പോൾ ഇങ്ങനെ ചോറും അരിയും തേങ്ങയും എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് കുതിരാൻ വെക്കുമ്പോൾ നമ്മൾ അങ്ങനെ അരച്ചിട്ട് വെക്കരുത്. തലേദിവസം അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ മാവ് ഓവറായിട്ട് പുളിയാവും. അപ്പോൾ നമുക്ക് പാലപ്പം കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. ടേസ്റ്റിന് വളരെ വ്യത്യാസമായിരിക്കും. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മാവ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇനി നമുക്ക് പാലപ്പം ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ പാലപ്പച്ചട്ടി നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് നല്ലപോലെ ചൂടാക്കിയിട്ട് നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ചുറ്റിച്ചെടുക്കാം. അപ്പോൾ മാവ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി മനസ്സിലായില്ലേ? അപ്പോൾ അതുപോലെ ഇരിക്കണം കേട്ടോ നമ്മുടെ മാവ്. അധികം ലൂസും അല്ല, അതുപോലെ തന്നെ നല്ല ടൈറ്റും അല്ലാത്ത രീതിയിൽ വേണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നമ്മളൊന്ന് ചുറ്റിച്ചെടുത്തപ്പോഴേക്കും നല്ലപോലെ ഹോൾസൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഹോൾസിന് വന്നിട്ട് വേണം നമുക്കിത് അടച്ചു വെക്കാൻ. ഇനി നമുക്കിത് അടച്ചു വെക്കാം കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പാലപ്പം ഇതുപോലെ ചുറ്റിച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ. മൊത്തം ഉരുണ്ട് പോകും മാവ്, നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടില്ല. കൂടുതൽ എപ്പോഴും നമ്മൾ ഈ ഒരു പാലപ്പച്ചട്ടിയിൽ പാലപ്പം ചുട്ടെടുക്കുമ്പോൾ കൂടുതലായിട്ട് ഫ്ലെയിം വെക്കരുതേ. നമുക്ക് ചുറ്റിച്ചെടുക്കുമ്പോൾ അത് പെർഫെക്റ്റായിട്ട് കിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തുകൊണ്ട് തന്നെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. പിന്നെ അതുപോലെ നിങ്ങൾക്ക് കുറച്ച് ക്രിസ്പി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം നേരം വെച്ചാൽ മതി കേട്ടോ. ഞാനിവിടെ തയ്യാറാക്കുന്നത് സോഫ്റ്റ് ആയിട്ടാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ഹോൾസോടുകൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുവരെ പാലപ്പം തയ്യാറാക്കിയിട്ട് ശരിയാകാത്തവർ തീർച്ചയായും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എല്ലാവർക്കും പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ബിഗിനേഴ്സിന് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ. ഈ ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക.